ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെബിൻസ് വേൾഡ്. ഇന്ന് നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടുള്ള പൊറാട്ടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്നും പത്തിരിയാണ്, അപ്പം ഇന്ന് നമ്മൾ പൊറാട്ട ആക്കിയതാണ് കേട്ടോ നോമ്പിന്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പാക്കറ്റിൻ്റെ ഒരു 1 kg പാക്കാണ്. ഇതിൽ നമ്മൾ 3/4 ഭാഗത്തിലേറെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇതിലൊരു കയ്യിലും പിന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ കുറച്ചും കൂടി ഇട്ടിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അതായത് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വേണ്ടണം, എന്നാൽ തീരെ വെള്ളം ഇല്ലാതെയല്ല, ഒരു മൊത്തത്തിലൊന്ന് മൈദയിൽ വെള്ളം ചേരണം, അങ്ങനത്തെ ഒരു പരുവാണ് കേട്ടോ. ഓവർ ലൂസായാലത് അതിക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഓവർ വെള്ളം പാടില്ല. അപ്പോൾ നമ്മൾ പൊടി ഇട്ടുകൊണ്ട് ഒന്ന് ശരിയാക്കണം. എന്നാൽ കുഴപ്പമില്ല. ഇനി അഥവാ വേറെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല ഓവർ വെള്ളം ആയാൽ. അങ്ങനെ നമ്മൾ നന്നായി കുഴച്ചെടുത്തിക്കണം. അതിന് ശേഷം നമ്മളിത് അതിന് മുകളിൽ ഓയിൽ പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഒരു 10 മണിക്കാണിത് മൂടി വെച്ചിരുന്നത്. പിന്നെ ഞാനിത് എടുക്കുന്നത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ ഇതിന് കവർ ചെയ്യൊന്നും വേണ്ട കേട്ടോ. തുണി നനച്ചിടല്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ തന്നെ നമുക്കിവിടെ ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. ചിക്കൻ വാഷ് ചെയ്തെടുത്തിട്ട് ചിക്കൻ കുറുമാക്കാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് പൊറോട്ടയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവുള്ള കറി ആവുമല്ലോ, ഒന്നുകൂടി ടേസ്റ്റ് ആവാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാൻ നമ്മൾ വൈറ്റ് കുറുമ ഉണ്ടാക്കാനായിരുന്നു, വെള്ളക്കുറുമ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഞാൻ തക്കാളി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ മസാലയൊക്കെ ചേർത്ത് അത് മസാലക്കറി ആക്കി. അങ്ങനെ പിന്നെ ഞാനത് വേവിക്കാൻ വെച്ചിട്ട് ചിക്കന് കുക്കറിൽ വെച്ചു. അതിന് ശേഷം ഞാൻ എഗ്ഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് തന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് പിന്നെ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് വേഗം നമ്മൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് പിന്നെ ആദ്യം ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഉള്ളി ചേർത്ത ശേഷം അങ്ങനെ ഇതിലേക്ക് സവാള ഫുള്ള് ചേർത്ത ശേഷം നമ്മൾ ഒന്ന് വഴറ്റി വരുമ്പോഴാണ് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയ കഷ്ണം ചുവന്ന മുളകിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, കുറച്ച് മസാലകളൊക്കെ ചേർക്കില്ല. അപ്പോൾ ആ ഒരു എരിവ് മതി വിചാരിച്ചു. മുളക് കുട്ടികൾക്ക് കടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക്. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടികൾ ചിക്കൻ മസാലയും നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മൾ ഉരുളക്കിഴങ്ങും നമ്മളെ മുട്ടയും കൂടി ഉണ്ടല്ലോ, മുട്ട ഇങ്ങനെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരുന്നു കേട്ടോ. നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കട്ട്ലേറ്റിനുള്ള മസാല. അപ്പോൾ ഇത് ഞാനങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ 3 മണിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊറാട്ട മാവ്. അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ ഓയിൽ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊറാട്ടപ്പണി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഉരുളകളാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ മാവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ കട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അതിങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൈയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. അങ്ങനെ ആക്കി വെച്ച ശേഷം എല്ലാ ഉരുളകളും നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മേലെ നമ്മൾ ഓയിൽ പറ്റി കൊടുക്കുക. അതിന് ശേഷം പിന്നെ എനിക്ക് വീശിയെടുക്കുന്ന പൊറോട്ടയാണ് കേട്ടോ എളുപ്പം. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണാമല്ലോ, എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് മടക്കിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണതിലേറെ എനിക്കിഷ്ടം ഇങ്ങനെ വീശിയിട്ടുണ്ടാക്കാനാണ്. അപ്പോൾ ഞാനിങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി സുഖമായിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആണ് ചെയ്തെടുക്കൽ. അപ്പോൾ ഇങ്ങനെ വീശിയെടുത്ത ശേഷം ഇങ്ങനെ നമ്മൾ ഈ തലയിൽ കെട്ടി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ കെട്ടിയേക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ഉരുളകളും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ പറ്റണം കയ്യിൽ, എന്നിട്ട് ഇങ്ങനെ അത് പരത്തി കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ആ രീതിക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഞാൻ എന്നിട്ട് റെസ്റ്റ് ചെയ്യണമൊന്നുമില്ല, അപ്പം തന്നെ ഞാനിത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ നേരം ഇത് കഴുന്നത് കാരണം അത് മാവായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ അത് നല്ല സോഫ്റ്റാണ് ഈ മാവ്. അപ്പോൾ നമ്മൾ ഇനി മെല്ലെ അധികം പ്രഷർ കൊടുക്കാതെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഓവർ അമർത്തരുത് കേട്ടോ, ഒരു ജസ്റ്റ് ഒന്ന് രീതിയിൽ നമ്മളൊന്ന് അതിൻ്റെ ലെയറുകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ മെല്ലെ ഒന്ന് അങ്ങനെയല്ല, അതിനെ നമ്മൾ ചെയ്തെടുക്കുക. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താലും മതി. അതിങ്ങനെ പരന്ന് വരും കേട്ടോ. അങ്ങനെ ഞാനിവിടെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതിപ്പോൾ പൊറാട്ട ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, എന്താ അത്ര വലിയ പണിയൊന്നുമില്ല അത് തയ്യാറാക്കാൻ. അങ്ങനെ നമുക്കിതിനെ ചുട്ടെടുക്കാം. പൊറാട്ട ദോശക്കല്ലിലാണ് കേട്ടോ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നത്, നമ്മൾ ചുടുന്നത്. അപ്പോൾ നല്ല ചട്ടി ചൂടാവണം, അതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പൊറാട്ടൻ്റെ മുകളിൽ നമ്മളൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിടണം, നല്ല ചൂടായ കല്ലാണല്ലോ, അപ്പോൾ ഒന്ന് വേഗം മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്കങ്ങനെ ഇവിടെ പൊറാട്ട തയ്യാറാക്കാം. അങ്ങനെ ഇവിടെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ടത്. കണ്ടില്ല, ലെയറായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, മുട്ടൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി പൊറാട്ടയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ പൊറോട്ട അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ അതേപോലെ തന്നെയാണ് കേട്ടോ. അതിൽ നിന്ന് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല സോഫ്റ്റാണ്, ഒരു പ്രശ്നവുമില്ല, നല്ല പൊറോട്ടയാണ് ഏതായാലും. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട പരിപാടി ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയ്ക്ക് കുറച്ച് റസ്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുട്ടയിലല്ല കേട്ടോ ഇത് മുക്കണത്, നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണല്ലോ നമ്മൾ റസ്ക് പൊടി ഇടുക. അതിന് പകരം ഞാൻ മൈദമാവ് കലക്കിയിട്ട് അതിലിട്ടിട്ടാണ് പിന്നെ റസ്ക് പൊടിയൊക്കെ ഇടണത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഫുള്ളും ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഷേപ്പിൽ. ഇനി നമുക്കതിനെ പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ എണ്ണ വെച്ചിരുന്നു, ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 4 കട്ട്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുത്തു. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വേഗമായി കിട്ടും. നമ്മൾ കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ റസ്ക് പൊടി ഒന്നുകൊണ്ട് ചൂടായാൽ ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടല്ലോ, നമ്മൾ സ്പെഷ്യൽ തരിക്കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ റവയും സേമിയയും കൂടി ഇട്ടിട്ട് ഏലക്കായ ഇട്ട് തിളപ്പിച്ചതായിരുന്നു. അതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ കാഷ്യൂ, കിസ്മിസ്, അതുപോലെ തന്നെ ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് കേട്ടോ അത് തൂമ്പിച്ചത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊറോട്ട നമ്മൾ കാസറോളിലാക്കി വെച്ചിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.